വെക്കേഷനൊക്കെ അല്ലേ, ഞങ്ങൾ ഇന്ന് മുത്തങ്ങ ഞങ്ങൾ തറവാട്ടിൽ കൂടാൻ വന്നതാണ്. അനിയത്തി, ഞാനും, മക്കളും, ഉമ്മച്ചി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ മുത്തങ്ങ വന്യജീവി സങ്കേതം കാണാനൊന്ന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കാട്ടിൽ പോയത് കേട്ടോ. കാടൊക്കെ കാണാൻ ഒരു രസമല്ലേ, അപ്പോൾ അങ്ങനെ കാട്ടിൽ പോകാമെന്ന് പറഞ്ഞ് കുറേ ദൂരം കാട്ടിൽ പോയി. പിന്നെ അവിടുന്ന് റോട്ടിലേക്ക് ചാടിട്ടോ. പോണ വഴിക്ക് ഞങ്ങൾ മാനിനെയും കുരങ്ങിനെയൊക്കെ കണ്ടിരുന്നു. പിന്നെ പുഴയൊക്കെ കഴിഞ്ഞ് മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലേക്ക് എത്തിയിട്ടോ. നിറയെ ടൂറിസ്റ്റുകളുണ്ട്. നമുക്ക് കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ബസ്സുകളുണ്ട്. ആ ബസ്സിന് പോകണമെങ്കിൽ താഴ്ന്ന് ടിക്കറ്റ് എടുക്കണം. ഇതിപ്പോൾ നമ്മൾ ആനക്ക് ഭക്ഷണം കൊടുക്കുന്നത് കാണാനാണ് പോണത്. രാവിലെ 9:00-ക്കും വൈകുന്നേരം 5 മണിക്കുമാണ് ആനകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമുക്ക് കാണാനുള്ള സൗകര്യമുള്ളത്. അപ്പോഴാണ് അവർക്ക് കൊടുക്കുക. അപ്പോൾ 3-4 ആനകൾ അവിടെ കെട്ടിയിട്ടുണ്ട്. അത് പരിശീലനത്തിന്, കുങ്കിയാന പരിശീലനമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ പരിശീലനത്തിന് കൊണ്ടുപോകാത്ത ആനകളെയാണത്. പരിശീലനത്തിന് പോയ ആനകൾ വൈകുന്നേരമുള്ള പുല്ലുമായിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഇന്ന് 3 ആനകൾക്കാണ് കേട്ടോ ഭക്ഷണം കൊടുക്കുന്നത്. ഈ ആനേൻ്റെ പേര് സുന്ദരി എന്നാണ്. ഇതിന് 17 വയസ്സായി. ഇതൊരു കോലെടുത്തതിൻ്റെ പുറമൊക്കെ ചൊറിയുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നെ അടുത്ത വരുന്നത് വിക്രമനാന കേട്ടോ. ഈ വിക്രമനാനക്ക് 36 വയസ്സായി. ഇത് വടക്കനാട് ജനവാസ മേഖലകളിൽ വന്ന് കൃഷിയൊക്കെ നശിപ്പിച്ച ആനയാണ്. അപ്പോൾ അതിന് ഇവിടെ പരിശീലനത്തിന് കൊണ്ടതാണ്. പിന്നെ ഒന്നുള്ളത് കൊമ്പില്ലാത്തൊരു മോഴയാനയാണ്. പല്ലദേവ് എന്നാണ് അതിൻ്റെ പേര്. അതിന് 15 വയസ്സായി. അങ്ങനെ 3 ആനകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ആനകളും ഇവരെ പ്രത്യേകതകളും പിന്നെ എത്ര ആനകളുണ്ട്, എത്ര പരിശീലന കേന്ദ്രങ്ങളുണ്ട് എന്നൊക്കെ നമുക്കൊരു സാറ് ഇവിടെ ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. ഇത് കാണാനായിട്ട് വന്നവരാണ് ഇവരൊക്കെ. പിന്നെ പ്രധാനമായിട്ട് ഇവിടെ കുങ്കിയാന പരിശീലന കേന്ദ്രം ആയിട്ടാണ് നടക്കുന്നത്. 11 ആനകളുണ്ട് ഇവിടെ. അതിലിപ്പോൾ 3 ആനകൾക്കാണ് ഇന്ന് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് സാറിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ആനകളെ നമ്മളടുത്തേക്ക് വന്നാൽ, നമ്മൾ കാട്ടിലേക്ക് പോകുകയാണെങ്കിൽ പെർഫ്യൂം അങ്ങനത്തെ ഒന്നും അധികമായിട്ട് ഉപയോഗിക്കരുത്. ആനകൾ പെട്ടെന്ന് നമ്മളെ മണം പിടിക്കും. പിന്നെ ആനകൾ നമ്മൾ ഓടിച്ചാൽ ഒരിക്കലും പിന്നോട്ട് ഓടരുത്. ഏതെങ്കിലും മരത്തിൻ്റെ അതിൻ്റെയൊക്കെ മറവിലേക്ക് ഒളിക്കുക എന്നല്ലാണ്ട് പിന്നോട്ട് ഓടി രക്ഷപ്പെടാമെന്നുള്ളതൊന്നുമില്ല. അങ്ങനെ പല കാര്യങ്ങളും സാറ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മളിതാ ഒരു കൂട്ടം ആടുകളിങ്ങനെ വൈകുന്നേരം മേഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ദൂരം വന്നപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മളൊരു മരത്തിൻ്റെ വീട്ടിലിരുന്ന്. അപ്പോൾ മഴ കുറയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ഫോറസ്റ്റ് ഓഫീസിലേക്ക് കയറിയിട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നപ്പോൾ ആ ഓഫീസിൻ്റെ ബേക്കിൽ നിറച്ചും ആനകൾ വന്ന് നിൽക്കുന്നുണ്ട്. നല്ല രസമാണ്. ചിലപ്പോൾ ഒക്കെ ആനകളും ഉണ്ടാകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മഴ കുറഞ്ഞപ്പോൾ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ജീപ്പ് കണ്ടു. അങ്ങനെ നമ്മൾ ആ ജീപ്പ് കയറി വീട്ടിലേക്ക് പോയി.